ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ 5ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് കടലോളം സ്നേഹം. ഇതിലുള്ള ഈ ഒരു പേജ് മാത്രം, തുടർക്കഥ എന്നുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മക്കൾക്ക് 5ാം ക്ലാസ്സിൻ്റെ വേറെ സബ്ജക്റ്റോ അല്ലെ കേരള പാഠാവലിയിലെ സബ്ജക്റ്റോ കിട്ടണമെങ്കിൽ ക്ലാസ് 5 ഏതാ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേര് കടലോളം സ്നേഹം. കടലോളം സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം അല്ലേ, കടലിൻ്റെ അത്രയും. കടലോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ തുടർക്കഥ നമുക്ക് വായിച്ചു നോക്കാം. പൂവ് ആദ്യമായി കൺതുറന്നു. അമ്മ ചെടിയെ നോക്കി ചിരിച്ചു. വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഒരു കൊച്ചുകുട്ടി. കുട്ടി ചോദിച്ചു, പൂവിന് ചിരിക്കാൻ അറിയാമോ? ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ. പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച്, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച് അല്ലേ. അങ്ങനെ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറയാണ്. സന്ധ്യയായി. പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയി ഉറങ്ങി. അതായത് എന്താണ്, പൂവ് ഒരുപാട് കഥകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും പറയാത്ത കഥകൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ. രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്ത് ഒരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതവളുടെ കൂട്ടുകാരി പൂവായിരുന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. ഉറക്കമെണീറ്റ് വന്ന കുട്ടി അവളുടെ കൂട്ടുകാരിപ്പൂവ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടിട്ട് കരഞ്ഞു അല്ലേ. സങ്കടം വന്നു അവൾക്ക്. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ? അമ്മ ചെടി സമാധാനിപ്പിച്ചു. കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളങ്കാറ്റിൽ മൊട്ടുകൾ തലയാട്ടി സമ്മതിച്ചു. അതെ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടിയോട് പറയാണ്, ആ പൂവ് കൊഴിഞ്ഞു വീണെങ്കിലും അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ, ബാക്കി കഥകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? മൊട്ടുകളെയാണ് അല്ലേ. അപ്പോൾ മൊട്ടുകൾ അത് തലയാട്ടി സമ്മതിക്കുകയാണ്. ഇനി ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ്? കഥകൾ പറഞ്ഞു തരാൻ പൂവ് മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അമ്മച്ചെടി പറഞ്ഞത് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം? വെയിലേകുന്ന സൂര്യനെക്കുറിച്ച്, വേദനിപ്പിച്ചുകൊണ്ട് മൊട്ട് പറിച്ചോടുന്ന കുട്ടികളെക്കുറിച്ച്, ചെടികൾക്ക് വെള്ളം നൽകുന്ന കുട്ടികളെക്കുറിച്ച്, പൂക്കൾ സമ്മാനമായി നൽകുന്ന സൗഹൃദത്തെക്കുറിച്ച്, കൊഴിഞ്ഞു വീഴാറാവുമ്പോഴേക്കുള്ള സങ്കടത്തെക്കുറിച്ച് തുടങ്ങി ഒട്ടേറെ കഥകൾ മൊട്ടുകൾ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയാണ് ഈ ഒരു കുഞ്ഞു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ക്ലാസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.